ലാൽസലാം എമ്പുരാൻ ഇറങ്ങാൻ 5 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ തന്നെ അത് റെക്കോർഡുകൾ തൂക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് പറയാനുള്ളത് കന്നഡ ഗൊത്തി മോനെ എന്ന് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ചാനൽ അതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബാംഗ്ലൂരിൽ റെഡ് അലർട്ടാണ്. അപ്പോൾ ചോദിക്കും, ബാംഗ്ലൂർ മാത്രമാണോ? ബാംഗ്ലൂർ മാത്രമല്ല, ഇന്ത്യ മൊത്തം അങ്ങനെ തീ പോലെ ആളിപ്പടരുകയാണ് എമ്പുരാൻ. പ്രത്യേകിച്ച് കൊച്ചി ഒരു രക്ഷയുമില്ലാത്ത ഹൗസ്ഫുൾ ഷോ പെരുമഴ കൊണ്ട് മുന്നോട്ട് പോകുന്നു. കർണാടകത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം വിറ്റുപോയത് 50,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. അതായത് റെക്കോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് മാത്രം വിറ്റുപോയിരിക്കുന്ന കണക്കുകളാണിത്. എന്താണെങ്കിലും 1,40,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കർണാടകത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായത്. റെക്കോർഡ് വേഗത്തിലാണ് സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. ഒരുപക്ഷെ നമ്മളാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലേക്ക് എമ്പുരാൻ കയറിപ്പോകുന്നു. അത്രത്തോളം ഗംഭീരമാണ് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒരു ക്വാളിറ്റി സംഭവം ഇറക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ ആളുണ്ടാകുമെന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഈ ഒരു സിനിമ. ഒരു ട്രെയിലർ കൊണ്ട് സിനിമ നൽകിയ ബൂസ്റ്റ് എത്രത്തോളം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റ് റെക്കോർഡുകൾ സിനിമ തൂക്കിയത് നമുക്കറിയാം. ഏറ്റവും വേഗത്തിൽ 24 മണിക്കൂറിൽ 500K ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നു എന്നാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഈ സിനിമയുടെ വിറ്റുപോയിരിക്കുകയാണ്. ഇന്ന് നോക്കുമ്പോൾ ഇന്ന് രാവിലെ മണിക്കൂറുകളിൽ 9,000-നടുത്ത്, അതായത് 8,960 ടിക്കറ്റുകളാണ് ഒരു മണിക്കൂറിൽ രാവിലെ തന്നെ വിറ്റുപോകുന്നത്. അതുപോലെ കർണാടകത്തിൽ 68-ന് മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുന്നു. ഒരു പക്ഷേ 100 തിയേറ്ററുകളിലേക്ക് എത്തും. കർണാടകം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ബുക്ക് മൈ ഷോയിലും സിനിമ റെക്കോർഡ് വേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഇതുവരെ കാണാത്ത ലെവലിലുള്ള ഒരു തൂക്ക് തന്നെയാണ്. ഇപ്പോൾ 389K സിനിമയുടെ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു സർവ്വകാല റെക്കോർഡിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ബാംഗ്ലൂരിൽ റെഡ് അലർട്ട് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്കറിയാം, എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെയൊക്കെ എമ്പുരാന് ഡിമാൻഡാണ്. പക്ഷേ അവരുടെ കൂടെയുള്ള മറ്റ് ദേശക്കാർ കൂടി ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയായി മാറുകയാണ്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ്.